ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ പറ്റിയാണ്. അതിൻ്റെ ഒരു സമഗ്ര വിശദീകരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നോക്കാം. ഈ കൺഫ്ലിക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് ആദ്യം പറയുന്നത്. ചരിത്രപരമായിട്ടുള്ള വേരുകൾ, അതായത് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറാൻ 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇസ്രയേലിനെ സിയോണിസ്റ്റ് റെജീമായിട്ട് കാണുകയും അംഗീകരിക്കുകയും ചെയ്തു. ഇസ്രയേൽ ഇറാനെ കൺസിഡർ ചെയ്യുന്നത് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ടാണ്. അതിനുള്ള കാരണം ഇറാൻ ഇസ്രയേലിൻ്റെ നാശം ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട സംഘർഷ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രോക്സി വാറാണ്, പ്രോക്സി യുദ്ധങ്ങൾ. ഇറാൻ കുറച്ച് സംഘടനകൾക്ക് പിന്തുണയും അതുപോലെ തന്നെ ആയുധങ്ങളും നൽകി സഹായിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഹിസ്ബുള്ള, ലെബനനിൽ നിന്നുള്ള സംഘമാണ്. അതുപോലെ തന്നെ ഇസ്രയേലിനായിട്ട് ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഇസ്രയേലിലേക്ക് വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിസ്ബുള്ള തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അടുത്തത് ഹമാസ് ആൻഡ് ഇസ്ലാമിക് ജിഹാദാണ്. ഗാസ സ്ട്രിപ്പിൽ നിന്നും റോക്കറ്റ് അറ്റാക്ക് നടത്തുന്ന ഗ്രൂപ്പുകളാണ് ഹമാസും അതുപോലെ തന്നെ ഇസ്ലാമിക് ജിഹാദും. ഇവരുടെ സപ്പോർട്ടും ഇറാന് ഉണ്ട്. ഇവ ഇറാൻ പ്രോക്സിസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാതെ ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടനകളെ ഇറാൻ ഉപയോഗിക്കുന്നത്. അടുത്തത് സിറിയയിലെ സൈനിക സാന്നിധ്യമാണ്, മിലിറ്ററി പ്രസൻസ് ഇൻ സിറിയ. ഇറാൻ്റെ സൈനിക ആസ്ഥാനങ്ങളും വെപ്പൺ ഡിപ്പോസിറ്റും സിറിയയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഒരു അയൽരാജ്യമാണ് സിറിയ. അവിടെ ഇറാൻ വെപ്പൺ ഡിപ്പോസിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സിറിയയിലൂടെ ഇസ്രായേലിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇറാന് സാധിക്കുന്നുണ്ട്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാരണം ന്യൂക്ലിയർ പ്രോഗ്രാമാണ്, ആണവ പദ്ധതികളാണ്. ഇപ്പോൾ ഇറാനിൽ ന്യൂക്ലിയർ പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ ഒരു ന്യൂക്ലിയർ കൺട്രി ആവുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഏകദേശം 60% അത് പൂർത്തിയായിട്ടുമുണ്ട്. അടുത്തത് സൈബർ യുദ്ധമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലും സൈബർ അറ്റാക്ക് നടത്താറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റക്സ്നെറ്റ് വൈറസ് എന്ന് പറയും. 2010 ഇറങ്ങിയൊരു വൈറസാണ്. അത് ഇസ്രയേലും US ചേർന്ന് ഇറാൻ്റെ ന്യൂക്ലിയർ സെൻട്രിഫ്യൂജസ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കിയ വൈറസാണ് സ്റ്റക്സ്നെറ്റ് എന്ന് പറയുന്നത്. ഇനി റീസെൻ്റായിട്ട് നടന്ന 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഒക്ടോബർ 2023 നടന്ന ഗാസ കൺഫ്ലിക്റ്റാണ്. അത് ഹമാസ് ഇസ്രയേലിലേക്ക് ഒരു സർപ്രൈസ് അറ്റാക്ക് നടത്തുകയുണ്ടായി. അതിന് ഇസ്രയേൽ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയിട്ട് എയർ സ്ട്രൈക്ക് നടത്തി. അപ്പോൾ ഹമാസിന് പിന്തുണയുമായിട്ട് ഇറാൻ വരികയാണ് ഉണ്ടായത്. ഇത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം, ഗാസ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് 2024 ഏപ്രിൽ മാസം നടന്ന ഡയറക്റ്റ് അറ്റാക്കാണ്. ഇറാൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് അവർ ഡ്രോൺസും മിസൈലും ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി. ഇസ്രായേലിൻ്റെ അയൺ ഡോം, അതുകൂടാതെ US, UK, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തടയിടാൻ വേണ്ടി ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഉടൻ തന്നെ തിരിച്ചടി നടത്തി. ഇറാൻ്റെ റഡാർ സ്റ്റേഷനും അതുപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് അവർക്കും സാധിച്ചു. അടുത്തത് ഇൻ്റർനാഷണൽ ഇൻവോൾവ്മെൻ്റ് ആണ്. അന്താരാഷ്ട്ര പങ്കാളിത്തം എന്തൊക്കെയാണെന്ന് നോക്കാം. US-ഉം അതുപോലെ തന്നെ വെസ്റ്റേൺ അലയൻസും ഇസ്രായേലിനെയാണ് പിന്തുണയ്ക്കുന്നത്. എന്നാൽ ഇവർ
യുദ്ധം വ്യാപിക്കാതെ സമാധാനപരമായിട്ട് ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ റഷ്യയും ചൈനയും തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനെയാണ് പിന്തുണയ്ക്കുന്നത്. ഇറാനെ ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് പിന്തുണയ്ക്കുകയാണ് റഷ്യയും ചൈനയും. ഇനി അറബ് കൺട്രീസ് ആകട്ടെ ഈ രണ്ട് കൂട്ടരോടും ജാഗ്രതാപൂർവമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ മിക്ക രാജ്യങ്ങളും ന്യൂട്രലായിട്ടാണുള്ളത്. പ്രധാനമായിട്ടും ഈ ഇസ്രായേലും ഇറാനും തമ്മിലാണ് ഇപ്പോൾ സംഘർഷമുള്ളത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്? ഇതുമൂലമുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പ്രാദേശിക അസ്ഥിരതയാണ്. റീജിയണൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയും. ഇത് കയ്യിൽ നിന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ വലിയ ഒരു യുദ്ധത്തിലേക്കായിരിക്കും അത് കലാശിക്കുക. ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ലെബനൻ, സിറിയ, ഇറാഖ്, അതുപോലെ തന്നെ ഗൾഫിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളൊക്കെ യുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇറാനാണ് ലോകത്തിൽ ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ഓയിൽ സപ്ലൈനെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിംസിൽ തന്നെ രണ്ട് വിഭാഗങ്ങളാണ്, സുന്നിയും ഷിയയും. അപ്പോൾ ഈ ഒരു സംഘർഷത്തിനും ഇതിന് ഇടയാക്കുകയും ചെയ്യും. ഇനി ഗ്ലോബൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റ് വാറ് വ്യാപകമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ, അണുവായുധ വ്യാപനം ഭീഷണി ഉണ്ടാകും. അതുപോലെ തന്നെ യു എസിൻ്റെ ഡിപ്ലോമസിയിൽ പ്രശ്നങ്ങളുണ്ടാകും. കാരണം യു എസും ഇസ്രയേലും അലൈസാണ്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ യു എസിൻ്റെ വ്യാപാര ബന്ധങ്ങളെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെയൊക്കെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? വാട്ട് ഈസ് നെക്സ്റ്റ്? കൂടുതൽ എസ്കലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മിലിറ്ററി സ്ട്രൈക്കും അതുപോലെ തന്നെ പ്രോക്സി അറ്റാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഡിപ്ലോമാറ്റിക് ബ്രേക്ക് ത്രൂ ആണ്. ന്യൂക്ലിയർ ഡീലും അതുപോലെ തന്നെ റീജിയണൽ ഡയലോഗിനുമൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി കോൾഡ് കൺഫ്ലിക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈബർ അറ്റാക്കുകൾ, അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, ഇൻ്റലിജൻസ് വാർഫെയർ, ഇതൊക്കെ ഇതിനുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഇറാൻ ഇസ്രായേൽ കൺഫ്ലിക്റ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഇതിൽ നിന്നും ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്